ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് 7 നേതാക്കളെ സംബന്ധിച്ച് നിർണായകമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് K സുധാകരൻ, കേന്ദ്രമന്ത്രി V മുരളീധരൻ, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ എന്നിവരാണ് അഗ്നിപരീക്ഷ നേരിടുന്ന നേതാക്കൾ. ആദ്യം CPM-നെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മതേതര ജനാധിപത്യ പാർട്ടികളിൽ ഒന്നായ CPM-ന് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം രാജ്യത്തെ എണ്ണം പറഞ്ഞ 6 ദേശീയ പാർട്ടികളിൽ ഒന്നായി നിലനിൽക്കണമെങ്കിൽ മാക്സിമം സീറ്റുകളിൽ വിജയിച്ചേ മതിയാകൂ. ദേശീയ പാർട്ടി എന്ന പദവി നിലനിർത്താൻ എന്തൊക്കെയാണ് വേണ്ടത്? 3 മാനദണ്ഡങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒന്നാമത്തേത്, കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിലെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലോ ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ 6% വോട്ട് നേടി 4 MP-മാർ വേണം. രണ്ടാമത്തേത്, 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി ഉണ്ടാകണം. നിലവിൽ കേരളം, തമിഴ്നാട്, ത്രിപുര എന്നിവിടങ്ങളിൽ മാത്രമാണ് CPM-ന് സംസ്ഥാന പാർട്ടി പദവി ഉള്ളത്. ഈ 2 ചട്ടവും പാർട്ടിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ഇനി പറയാൻ പോകുന്ന മൂന്നാമത്തെ മാനദണ്ഡം പാലിച്ച് ദേശീയ പാർട്ടി എന്ന പദവി നിലനിർത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ CPM. കുറഞ്ഞത് 3 സംസ്ഥാനങ്ങളിൽ നിന്നായി ലോക്സഭയിൽ 2% സീറ്റ്, അതായത് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 11 സീറ്റുകൾ CPM നേടണം. ഇതാണ് CPM-ന് മുന്നിലെ പ്രധാന വെല്ലുവിളിയും. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 MP-മാരെ കിട്ടാൻ കേരളത്തിൽ നിന്ന് CPM-ന് കുറഞ്ഞത് 8 സീറ്റെങ്കിലും ലഭിക്കണം. 2004-ൽ ലോക്സഭയിൽ 43 സീറ്റുണ്ടായിരുന്ന CPM 2019-ൽ വെറും 3 സീറ്റിലേക്ക് ചുരുങ്ങി. പാർട്ടിയെ സംബന്ധിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം ഭരിക്കുന്ന ഏക സംസ്ഥാനം കൂടിയാണ് കേരളം. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥാനം ഏറ്റെടുത്ത ശേഷം നേരിടുന്ന ആദ്യ തിരഞ്ഞെടുപ്പും പാർട്ടിയുടെ ദേശീയ പദവിയും അരിവാൾ ചുറ്റിക നക്ഷത്രമെന്ന ചിഹ്നവും നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ ഇരു നേതാക്കളും തയ്യാറാണ്. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായാൽ പിണറായി വിജയനും MV ഗോവിന്ദനും ചരിത്രത്തിൽ തോറ്റുപോയവരെന്ന് രേഖപ്പെടുത്തും. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിയായ K രാധാകൃഷ്ണനെയും ജനപ്രിയ MLA KK ശൈലജയെയും അടക്കം കളത്തിലിറക്കി കളം പിടിക്കാൻ CPM ശ്രമിക്കുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി പദവി ഏറ്റെടുത്ത ബിനോയ് വിശ്വം നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ്. കാലാകാലങ്ങളായി ഉണ്ടായിരുന്ന പ്രതാപമൊന്നും പാർട്ടിക്ക് ഇപ്പോഴില്ല. CPM-നെ പോലെ ദേശീയ രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് മാക്സിമം സീറ്റ് പിടിച്ചെടുക്കേണ്ട സാഹചര്യമാണ് CPI-ക്കുമുള്ളത്. തിരുവനന്തപുരം, വയനാട്, മാവേലിക്കര, തൃശൂർ സീറ്റുകളിലാണ് CPI മാറ്റുരയ്ക്കുന്നത്. ഇവിടങ്ങളിൽ ജയത്തിൽ കുറഞ്ഞതൊന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നില്ല. 2014-ന് ശേഷം ദേശീയ തലത്തിൽ നിരവധി തിരിച്ചടികൾ നേരിട്ട കോൺഗ്രസിന് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാനായത് 2019-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം കൊണ്ടാണ്. 20-ൽ 19 സീറ്റും നേടിയെന്നത് വലിയ മൈലേജാണ് പാർട്ടിക്ക് നൽകിയത്. ഇക്കുറി അത് നിലനിർത്തുക എന്ന വെല്ലുവിളിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും നേരിടുന്നത്. 2011-ന് ശേഷം സംസ്ഥാനത്ത് പാർട്ടി തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിലാണ് ഇരുവരും സ്ഥാനം ഏറ്റെടുത്തത്. അതിനുശേഷം നടന്ന തൃക്കാക്കര, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF വൻ വിജയം നേടിയിട്ടുണ്ടെങ്കിലും വെല്ലുവിളികൾ ഇപ്പോൾ ഏറെയാണ്. പ്രത്യേകിച്ച് ഒത്തൊരുമയോടുള്ള പ്രവർത്തനത്തിന് പല DCC-കളും തയ്യാറായിട്ടില്ലെന്നതാണ് നേതാക്കളെ പ്രധാനമായും അലട്ടുന്നത്. കൂട്ടായ്മ എന്നൊന്നില്ലായ്മയ്ക്ക് പുറമെ BJP-യുടെ ഭാഗത്തു നിന്നുള്ള പ്രഷറും സാമ്പത്തിക പ്രയാസവും ഒക്കെ പാർട്ടിയെ നന്നേ അലട്ടുന്നുണ്ട്. ഈ വിപരീത സാഹചര്യങ്ങളെ മറികടന്ന് 16ഓളം സീറ്റുകളെങ്കിലും പിടിച്ച് UDF-ന് മതിയാകൂ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ സതീശനും സുധാകരനും അതിന്റെ പാപഭാരം ചുമക്കേണ്ടി വരും. കേരളത്തിൽ 70-കൾ മുതലുള്ള മുന്നണി രാഷ്ട്രീയത്തെ മറികടക്കാൻ സാധിക്കാത്തതിന്റെ നിരാശ പേറുന്ന നേതാക്കളാണ് കേന്ദ്രമന്ത്രി V മുരളീധരനും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും. മോദിജി വിഭാവനം ചെയ്യുന്ന മിഷൻ സൗത്ത് ഏത് വിധേനയും നടപ്പാക്കുക എന്നതാണ് ഇരുവരുടെയും പ്രധാന വെല്ലുവിളി. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക, അതാണ് പ്രധാന അജണ്ട. ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തി പ്രചാരണങ്ങൾ കൊഴുപ്പിക്കുന്നുണ്ടെങ്കിലും മോദിജിക്ക് വളരെ റീച്ച് കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്നാണ് റിപ്പോർട്ട്. പൗരത്വ നിയമവും മണിപ്പൂർ കലാപവും കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ BJP-യിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. K സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളുടെ വിടുവായത്വവും വർഗീയതയും യുവാക്കൾക്കിടയിൽ നല്ല അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. വോട്ട് ശതമാനത്തെ ഇത് നെഗറ്റീവായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. സിനിമാ താരങ്ങളെ ഇറക്കിയും പണമൊഴുക്കിയും വോട്ട് പിടിക്കാനുമൊക്കെ വലിയ ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ വോട്ടായി പെട്ടിയിൽ വീഴുമോ എന്ന് കണ്ടറിയണം. വോട്ടായി മാറിയില്ലെങ്കിൽ മുരളീധരനും സുരേന്ദ്രനും നന്നേ വിയർക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. ഈ 7 നേതാക്കളെ സംബന്ധിച്ചും അവരുടെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചും ഈ തിരഞ്ഞെടുപ്പ് ഫലം ചില ഗതികൾ നിർണ്ണയിക്കുക തന്നെ ചെയ്യും.